നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, Home and Office Furniture and Accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കെ കുഞ്ഞിരാമൻ MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് മാത്തിലിൽ തുടക്കമായി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള ഉദ്ഘാടനം ചെയ്തു. കൊട്ടത്തലച്ചി മലയിലും പരിസര പ്രദേശങ്ങളിലും പൈപ്പിംഗ് പ്രതിഭാസം രൂക്ഷമാകുന്നതായി ദേശീയ ദുരന്ത നിവാരണ സേന റിപ്പോർട്ട്. സേനാംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. തൃക്കരിപ്പൂർ ജനതയുടെ ചിരകാലാഭിലാഷമായ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി ആരംഭിച്ചത് നിരന്തര പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ. വണ്ണാത്തിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തിയിലെ അഴിമതി ആരോപണം. വിജിലൻസ് സംഘം സ്ഥലം സന്ദർശിച്ചു. പൈതൃക സംരക്ഷണ സമിതിയുടെ പരാതിയിന്മേലാണ് സന്ദർശനം. വാർത്തകൾ വിശദമായി. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം കെ കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം പടിപടിയായി ആദ്യം മല്ലൂർ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇവിടെ ആദ്യമായിട്ടും ഒരു ഏകാധ്യാപക സ്കൂൾ പള്ളിക്കൂടം കുടിപ്പള്ളിക്കൂടം എന്നൊക്കെ പറയും. കേരളത്തിലെ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മമാണ് MLA നിർവഹിച്ചത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ, ടോമി പ്ലാച്ചേരി, KD മാത്യു, KP ബൈജു, KV സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ഫെബ്രുവരി 11 പണിമുടക്ക് നടത്തുന്നു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥയ്ക്ക് മാത്തിലിൽ തുടക്കമായി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU സഹകരണ ജീവനക്കാർ ഫെബ്രുവരി 11 പണിമുടക്കുന്നു. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, സഹകരണ മേഖലയിലെ ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക, സഹകരണ നിയമ ഭേദഗതിയുടെ ഭാഗമായുള്ള ചട്ടം ഭേദഗതിയിൽ നിന്നും മേഖലയ്ക്കും ജീവനക്കാർക്കും ദോഷകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, നിയമനിർമ്മാണത്തിലൂടെ സഹകരണ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായി ഫെബ്രുവരി 4, 5, 6 തീയതിയിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നു. വാഹന പ്രചരണ ജാഥയ്ക്ക് മാത്തിലിൽ നൽകിയ സ്വീകരണം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള നിയമവ്യവസ്ഥ അതിലിപ്പോ ഭേദഗതി വന്നു. ആ ഭേദഗതി എന്ന് പറയുന്നത് 200 തൊഴിലാളികളോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ അനുവാദം വാങ്ങേണ്ടതുള്ളൂ എന്ന ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. NK രാജൻ അധ്യക്ഷനായി. P ശശിധരൻ, KV സുധാകരൻ, A ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KCEU ജില്ലാ പ്രസിഡന്റ് EP ബാലനാണ് ജാഥ ക്യാപ്റ്റൻ.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ 2015-16 വാർഷിക പദ്ധതി വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2015-16 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി വി ഗൗരി അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി രാധാമണി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും റിപ്പോർട്ടിംഗും നടന്നു. വൈസ് പ്രസിഡന്റ് എം വി ഗോവിന്ദൻ ക്രോഡീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി കരുണാകരൻ, കെ സത്യഭാമ, എം കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം രാജീവ്, പ്ലാൻ കോർഡിനേറ്റർ എ ജെ ജോസഫ് എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ജനതയുടെ ചിരകാല അഭിലാഷമായ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. നാട്ടുകാരുടെ നിരന്തര പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പണി ആരംഭിച്ചത്. 3 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാണ് തീരുമാനം. തൃക്കരിപ്പൂർ ജനതയുടെ ചിരകാലാഭിലാഷമായ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. വർഷങ്ങളായി റെയിൽവേ മേൽപ്പാളം മുറിച്ചു കടന്നു വേണമായിരുന്നു യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമിലെത്താൻ. ഇത് നിരവധി തവണ വൻ ദുരന്തത്തിനും വഴിവെച്ചിരുന്നു. പക്ഷേ അധികൃതരുടെ മെല്ലെപ്പോക്ക് നയം കൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത്. പാലം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് റെയിൽവേ ആക്ഷൻ ഫോറത്തിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിരുന്നു. നിരന്തര പ്രക്ഷോഭ ഭാഗമായി MLA, MP അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 3 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും വിധത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെറുപുഴ പഞ്ചായത്തിലെ കൊട്ടത്തലച്ചി മലയിലും പരിസരത്തുമുള്ള പൈപ്പിംഗ് പ്രതിഭാസം തീവ്രമായെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധിയും സെസ് പ്രൊഫസറുമായ ഡോക്ടർ വിനോദ് ശർമ്മ. സെസിനെതിരെ നേതൃത്വത്തിൽ പൈപ്പിംഗ് പ്രതിഭാസത്തെക്കുറിച്ച് ആരംഭിച്ച പഠനം വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. മലയോരത്ത് പൈപ്പിംഗ് പ്രതിഭാസം രൂക്ഷമായതോടെ ഭൂമി വൻതോതിൽ ഇടിഞ്ഞു താഴാൻ ആരംഭിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ പൈപ്പിംഗ് പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ സെസിനെ നിയോഗിച്ചു. ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്കാണ് പൈപ്പിംഗ് പ്രതിഭാസത്തിന് കാരണം. സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് 2012 പൈപ്പിംഗ് പ്രതിഭാസത്തെക്കുറിച്ച് ആരംഭിച്ച പഠനം വിലയിരുത്താൻ എത്തിയതായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ വിനോദ് ശർമ്മ. ഡോക്ടർ സി ശാന്തി, ഡോക്ടർ ജി ശങ്കർ തുടങ്ങിയവരും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 6 മാസം കൊണ്ട് സെസ് പഠനം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുമെന്നും സെസ് പ്രതിനിധി ഡോക്ടർ ശങ്കർ പറഞ്ഞു. മാവോയിസ്റ്റ് മുദ്ര ചാർത്തി ജനകീയ മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ ജനകീയ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. N സുബ്രഹ്മണ്യം, M സുൽഫത്ത്, മുരളീധരൻ, M ജോസഫ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുവത്തൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം 2ാം ദിനം വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഉച്ചയോടെ അരങ്ങിലെത്തിയ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം ദർശിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. വിഷാദാർദ്രമായ ചീനിക്കുഴലിൻ്റെ അകമ്പടിയോടെ ഭക്തരുടെ കരളലിയിപ്പിക്കും വിധം മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റമ്പാട്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങിയപ്പോൾ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ നിർവൃത്തി. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണ കന്യകയുടെ വിഷാദം നിഴലിക്കുന്ന കഥയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം. 2ാം ദിനം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അരങ്ങിലെത്തിയ ഭഗവതിയുടെ ഉച്ചത്തോറ്റം 1.5 മണിക്കൂറോളം നീണ്ടു. തുടർന്ന് ദേവിമാരുടെ പ്രതിപുരുഷന്മാരും അരങ്ങിലിറങ്ങി തോറ്റത്തോടൊപ്പം വിവിധ താളങ്ങളിലായി 3 തവണ ക്ഷേത്രം വലം വെച്ചു.
നിരവധി പേരാണ് തോറ്റം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ മുതൽക്ക് കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർകാളി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി. കളിയാട്ടത്തിന്റെ പുണ്യമേറ്റുവാങ്ങാൻ മംഗലക്കുഞ്ഞുങ്ങൾ വെള്ളിയാഴ്ച കളിയാട്ടത്തിന്റെ ഭാഗമാകും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീ, പ്രൊഫഷണൽ ടാക്സ് എന്നിവ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് നിവേദനം നൽകി. മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കണമെന്നും പൊളിഞ്ഞ ഫുട്പാത്ത് സ്ലാബുകൾ നീക്കം ചെയ്ത് പുതിയവ സ്ഥാപിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂർ IIT വണ്ണാത്തിക്കുളം നവീകരണ പ്രവൃത്തിയിലെ അഴിമതിയിൽ വിജിലൻസ് സംഘം സ്ഥലം സന്ദർശിച്ചു. അഴിമതി ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംരക്ഷണ സമിതി സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് സ്ഥലം സന്ദർശിച്ചത്. എഞ്ചിനീയറുമായി സംസാരിച്ച് ഉടൻ നടപടിയെടുക്കുമെന്ന് വിജിലൻസ് അധികൃതർ. ചരിത്രപ്രസിദ്ധമായ തൃക്കരിപ്പൂർ IIT വണ്ണാത്തിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തിയിൽ അഴിമതിയെന്നാരോപിച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. കൂട്ടനാടി പാടശേഖരത്തെ ജലസേചനത്തിനായി നിർമ്മിച്ച വണ്ണാത്തിക്കുളം കാലപ്പഴക്കത്താൽ ജീർണത നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ പ്രവൃത്തിക്കിടെ കുളത്തിന്റെ വിസ്തീർണം കുറച്ച് പാർശ്വഭിത്തികൾ ചുരുക്കിക്കെട്ടി കുളത്തിന്റെ സ്ഥലം സ്വകാര്യ സ്ഥലത്തോട് ചേർത്തുവെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. പ്രസ്തുത വിഷയം ചൂണ്ടിക്കാട്ടിയാണ് പൈതൃക സംരക്ഷണ സമിതി വിജിലൻസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെയോടെയാണ് സംഘം സ്ഥലം സന്ദർശിച്ചത്. കുളത്തിന്റെ പരിസരം സംഘം അളന്നു തിട്ടപ്പെടുത്തി. മെയ് മാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തി നടത്തേണ്ടത്. എന്നാൽ ജനുവരിയിൽ തന്നെ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ലെന്നും സംഘം പറഞ്ഞു. അഴിമതി നടന്നിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെയും നിർമ്മാണ പ്രവൃത്തി നടത്തിയവരെയും കൂടുതൽ തെളിവെടുപ്പിനായി ഓഫീസിൽ ഹാജരാവാനും വിജിലൻസ് അധികൃതർ നിർദ്ദേശം നൽകി. വിജിലൻസ് ഇൻസ്പെക്ടർ ഡോക്ടർ വി ബാലകൃഷ്ണൻ, സീനിയർ പോലീസ് ഓഫീസർമാരായ കെ വി ജയരാജ്, ദാസ് MK, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ അശോക് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സൗത്ത് LP സ്കൂളിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവ അന്തരീക്ഷത്തിൽ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിലാണ് കൃഷി പരിപാലനം നടത്തുന്നത്. പ്രധാനാധ്യാപകൻ M കേശവൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് കൃഷി. വിളവെടുപ്പ് ചടങ്ങിൽ PTA പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ N പ്രദീപൻ, M കേശവൻ മാസ്റ്റർ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കക്കയംചാൽ പടത്തടത്തെ കൂട്ടമാക്കൽ മറിയക്കുട്ടി വധക്കേസിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KB വേണുഗോപാൽ പറഞ്ഞു. കൊലപാതകം നടന്ന വീടും പരിസരവും സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. കൊലപാതകങ്ങൾ നടന്ന വീടും പരിസരവും സന്ദർശിക്കാനെത്തിയതായിരുന്നു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KB വേണുഗോപാൽ. നേരത്തെ അന്വേഷണം നടത്തിയ CIമാരോടൊപ്പമാണ് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP M സുബൈർ അന്വേഷണം തുടങ്ങിയത്. കേസ് അന്വേഷിക്കുന്ന 10ാമത്തെ ഉദ്യോഗസ്ഥനാണ് DYSP. ഇടയ്ക്കിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഫലപ്രദമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും കാണിച്ച് മറിയക്കുട്ടിയുടെ മക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. നാട്ടുകാർ രൂപവൽക്കരിച്ച കർമ്മസമിതിയും കേസിൽ കക്ഷി ചേർന്നിരുന്നു. ഇതിനിടെ SP തന്നെ നേരിട്ട് അന്വേഷണം നടത്തുകയും അന്തിമഘട്ടത്തിലാണ് കേസന്വേഷണമെന്ന് പറയുകയും ചെയ്തത് കേസ് തെളിയുമെന്ന പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട്. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേള ഏപ്രിൽ 2ാം വാരം നടക്കും. മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ മാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 17, 18, 19 തീയതികളിലാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ വാർഷിക കുടുംബ സംഗമം നടക്കുന്നത്. മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ആ പ്രദേശത്തെ വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന വികസനം കൂടിയാണ്. അതിന് പയ്യന്നൂർ എന്ന് പറയുമ്പോൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം എന്ന നിലയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷനായിരുന്നു. നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ MV ദീപു, പ്രസ് ഫോറം സെക്രട്ടറി രാമകൃഷ്ണൻ, രാമചന്ദ്രൻ, P ബാലൻ, നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. KU വിജയകുമാർ ചെയർമാനും നന്ദകുമാർ ജനറൽ കൺവീനറും MK ബഷീർ ട്രഷററുമായുള്ള 151 അംഗ വർക്കിംഗ് കമ്മിറ്റിയും യോഗത്തിന്റെ ഭാഗമായി രൂപീകരിച്ചു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന കലാജാഥ നാട്ടുപച്ചയ്ക്ക് മാത്തിലിൽ സ്വീകരണം നൽകി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ തെരുവുനാടക രൂപത്തിലാണ് സംഘം നാട്ടുപച്ച അവതരിപ്പിക്കുന്നത്. കമ്പോള ശക്തികൾ ബോധപൂർവം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കാനാണ് പരിഷത്ത് ഈ വർഷത്തെ കലാജാഥയിലൂടെ ശ്രമിക്കുന്നത്. നിത്യജീവിതത്തിൽ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി തനിക്ക് വേണ്ടതെല്ലാം സ്വന്തമാക്കുകയും കമ്പോളത്തിന്റെ പുതിയ ഉൽപ്പന്നമായി മന്ത്രവാദവും യുക്തിയില്ലാത്ത ആചാരങ്ങളും മാന്ത്രികേലസുകളും ഭക്തി വ്യവസായവും അതിസമർത്ഥമായി പ്രചരിപ്പിക്കുകയാണ് കമ്പോള ശക്തികൾ ചെയ്യുന്നത്. അനീതികൾക്കെതിരെ നോക്കുകുത്തികളാകുന്ന ജനക്കൂട്ടത്തിന്റെ നിസ്സംഗതയുടെയും സ്വാർത്ഥതയുടെയും പുതിയ കമ്പോളച്ചരക്കാണ് സമൂഹത്തിൽ ആഴത്തിൽ വേരിറങ്ങുന്ന അന്ധവിശ്വാസം. നഷ്ടപ്പെട്ടു പോയ നാട്ടുനന്മകളെ തിരിച്ചുപിടിക്കാനും ഉദ്ദേശിച്ചാണ് നാട്ടുപച്ച കലാജാഥ സംഘടിപ്പിക്കുന്നത്. സുരേഷ് ബാബു ശ്രീസ്ത രചനയും മനോജ് നാരായണൻ സംവിധാനവും നിർവഹിച്ച തെരുവുനാടക രൂപത്തിലുള്ള നാട്ടുപച്ച ഫെബ്രുവരി 1 മുതൽ 11 വരെയാണ് കണ്ണൂർ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. കേരളത്തിൽ അങ്ങോളം 10 ജാഥകൾ നടത്തുകയാണ്. ഏകദേശം 500ഓളം കേന്ദ്രങ്ങളിൽ ഈ ജാഥകൾ പര്യടനം നടത്തുകയാണ്. സുരേഷ് ബാബു ശ്രീസ്ത രചന നിർവഹിച്ച, മനോജ് നാരായണൻ സംവിധാനം നിർവഹിച്ച ഈ ജാഥ കേരളത്തിലെ യുക്തിചിന്ത ഉണർത്തുന്നതിന് വേണ്ടി, ശാസ്ത്രചിന്ത ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ഈ ജാഥ കേരളത്തിലെ ജനങ്ങൾ അങ്ങോളം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി ഞങ്ങൾ കരുതുന്നു. ജാഥ മാനേജർ ബിജു നെടുവാലൂർ, ക്യാപ്റ്റൻ PC സുരേഷ് ബാബു കൊളാശ്ശേരി, സുധീർ ബാബു മയ്യിൽ, പ്രകാശൻ തൈക്കണ്ടി, പ്രകാശൻ കടമ്പൂർ, ബാബു കരിവള്ളൂർ, KK കൃഷ്ണൻ ശ്രീകണ്ഠാപുരം, സന്തോഷ് കല്യാട്ട്, സിന്ധു കാർത്തികപുരം, ശരണ്യ തലശ്ശേരി, സോണിയ തലശ്ശേരി എന്നിവരടങ്ങുന്ന സംഘമാണ് നാട്ടുപച്ച അവതരിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. IV ശിവരാമൻ സ്വീകരണ പരിപാടിയിൽ അധ്യക്ഷനായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 11 നടക്കുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. KCU ജില്ലാ പ്രസിഡന്റ് EP ബാലൻ ജാഥ ക്യാപ്റ്റനായുള്ള പ്രചരണ ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. P ഗോവിന്ദൻ, PK വിജയൻ എന്നിവർ സംസാരിച്ചു. അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റിന്റെ മാനേജ്മെന്റിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കൊണ്ടുതന്നതല്ല ഇത്. കഴിഞ്ഞ 1975 മുതൽ ഈ 2015 വരെയുള്ള 40 വർഷം. ഫെബ്രുവരി 4 മാത്തലിൽ ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വെള്ളിയാഴ്ച മട്ടന്നൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചെറുപുഴ JMUP സ്കൂൾ കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദന ചടങ്ങ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ AO മാധവൻ നമ്പൂതിരി പ്രതിഭകളെ അനുമോദിച്ചു. സബ് ജില്ലാ കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയ കുട്ടികളെയും കുട്ടികൾക്ക് പരിശീലനം നൽകിയ റിട്ടയർഡ് ക്യാപ്റ്റൻ KS മാത്യുവിനെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ K കുഞ്ഞികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ AO മാധവൻ നമ്പൂതിരി സമ്മാനദാനം നിർവഹിച്ചു. KS സുരേഷ് കുമാർ അധ്യക്ഷനായി. PC ഷാജി, നീന ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയങ്ങാടി GMUP സ്കൂളിൽ ജൈവ പച്ചക്കൃഷി വിളവെടുപ്പ് ഉത്സവം നടന്നു. വാർഡ് മെമ്പർ PM ഹനീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാടായി പഞ്ചായത്ത് കൃഷിഭവന്റെയും കൂട്ടായ്മയിലാണ് പഴയങ്ങാടിയിൽ പച്ചക്കറി കൃഷി ഇറക്കിയത്. സ്കൂളിന് സമീപത്ത് 25 സെന്റ് സ്ഥലത്താണ് ജൈവകൃഷി നടത്തിയത്. വെണ്ട, പയർ, ചീര, വഴുതിന, കേബേജ് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉത്സവം PM ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ ഈ വിഷാംശമുള്ള പച്ചക്കറി ഒഴിവാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന രോഗാണുക്കളായ വിഷാംശം രോഗികളാക്കുന്ന നമ്മുടെ ഈ പച്ചക്കറി ഒഴിവാക്കി നമ്മുടെ കേരളത്തിലെ തന്നെ ഇതര പ്രാദേശികമായിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ PTA പ്രസിഡന്റ് അബ്ദുൾ സമദ് മുട്ടം അധ്യക്ഷത വഹിച്ചു. T വിനോദ് കുമാർ, ഉണ്ണികൃഷ്ണൻ, KV ശ്രീകല, K വിനോദ്, V വിജയൻ, K ഭവാനി, MV ബേബി, P അജിത, P സുഗതൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മടക്കര ആലിൻകീഴ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ അഷ്ടനാഗക്കളം ശ്രദ്ധേയമായി. പുള്ളുവ സമുദായത്തിൽപ്പെട്ടവരാണ് നാഗക്കളം വരക്കുന്നത്. ക്ഷേത്ര ആചാര അനുഷ്ഠാന കലാരൂപമാണ് സർപ്പപ്പാട്ടും നാഗക്കളവും. സർപ്പാരാധനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ.
സർവാരാധനയുടെ ഭാഗമായി യക്ഷിക്കളം നടക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും അഷ്ടനാഗക്കളം വരയ്ക്കുന്നത്. പ്രകൃതിദത്തമായ വർണ്ണങ്ങളാണ് ഇതിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി, വാഗീലപ്പൊടി, അരിപ്പൊടി, ഉമിക്കരി തുടങ്ങിയവയാണ് കളം വരയ്ക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഏറെ നേരത്തെ ശ്രമഫലമായാണ് സർപ്പക്കളം ഒരുക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആമയോട് അനിൽ ശങ്കർ, രജീഷ് ശിവശങ്കർ, പ്രസാദ് എന്നിവരാണ് മടക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളം ഒരുക്കിയത്. കേരളത്തിലെ സർപ്പാരാധനയുടെ ഐതിഹ്യത്തെക്കുറിച്ച് എറണാകുളത്തെ അനിൽ ശങ്കർ ഇങ്ങനെ പറയുന്നു. അങ്ങനെയുള്ള ഭൂമിയിൽ ഉപ്പ് രസം കാരണം താമസിക്കാൻ പറ്റാത്തവരെയും ബ്രാഹ്മണരും ജനങ്ങളെല്ലാവരും പരശുരാമനെ വരുത്തി സങ്കടം ബോധിപ്പിച്ചപ്പോൾ ശ്രീ മഹേശ്വരൻ അരുൾ ചെയ്തു, സർപ്പങ്ങളെ ആരാധിച്ചു ഈ ഭൂമി വാസയോഗ്യമായി എന്ന് പറയുന്നു. അങ്ങനെ സർപ്പങ്ങളെ ആരാധിച്ചു അവർ ക്ഷേത്രങ്ങൾ പണിതു നൽകി. അങ്ങനെ കേരള ഭൂമിയിൽ സർപ്പ ആരാധന നിലവിൽ വന്നു. അഷ്ടനാഗക്കളം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മുൻമന്ത്രി കെ പി നുറൂദിനെ ആദരിക്കാൻ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. ഗാന്ധി മന്ദിരത്തിൽ ചേർന്ന യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, എ പി നാരായണൻ, എം കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതമംഗലം ജനകീയ ആശുപത്രി പോളിടെക്നിക് ഫെബ്രുവരി 7-ന് ശ്രീമതി ടീച്ചർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആതുര ശുശ്രൂഷ രംഗത്തെ ജനകീയ സംരംഭമായ ജനകീയാശുപത്രിയുടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പോളിക്ലിനിക് മാതമംഗലത്ത് ഫെബ്രുവരി 7 മുതൽ പ്രവർത്തനം ആരംഭിക്കും. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയുടെയും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബിൻ്റെയും വിപുലമായ ഫാർമസിയുടെയും നിർമ്മാണം ഇതിനോടകം പൂർത്തിയായി. ആശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫാർമസിയുടെയും ലാബിൻ്റെയും ഉദ്ഘാടനം യഥാക്രമം സി കൃഷ്ണൻ എം.എൽ.എ. യും ടി വി രാജേഷ് എം.എൽ.എ. നിർവഹിക്കും. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണനും റിപ്പോർട്ട് അവതരണം കെ വി ഗോപിനാഥനും നിർവഹിക്കും. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി ഗോവിന്ദൻ അധ്യക്ഷനായിരിക്കും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ വി ഗോവിന്ദൻ, ടി തമ്പാൻ മാസ്റ്റർ, കെ മുസ്തഫ, കെ സി രാജൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഉദയ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2013-14 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പുകൾക്ക് ഇഞ്ചി, മഞ്ഞൾ കൃഷി ചെയ്യുന്നതിനായി വിത്ത് 75% സബ്സിഡിയിൽ നൽകിയിരുന്നു. ഇതുപ്രകാരം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ ഉദയ കുടുംബശ്രീ ഗ്രൂപ്പ് നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് കുഞ്ഞിമംഗലം കൃഷി ഓഫീസർ നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2013-14 വർഷത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പുകൾക്ക് ഇഞ്ചി, മഞ്ഞൾ കൃഷി ചെയ്യുന്നതിനായി വിത്ത് 75% സബ്സിഡിയിൽ നൽകിയിരുന്നു. 13-ാം വാർഡിലെ ഉദയ കുടുംബശ്രീ ഗ്രൂപ്പ് ഈ പദ്ധതി വളരെ നന്നായി ചെയ്യുകയും ഇതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വാർഡ് മെമ്പർ എം ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. 13-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ 15 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കുടുംബശ്രീ അംഗങ്ങളും വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു. ക്രമാതീതമായി മുനിസിപ്പൽ നികുതി അടക്കാൻ ആവശ്യപ്പെട്ട വ്യാപാരികൾ വിശദ വിവരത്തോടെ ചേംബർ ഓഫീസുമായി ബന്ധപ്പെടണമെന്നും ഇത്തരം ആക്ഷേപങ്ങൾ പരിഗണിക്കാമെന്നും നഗരസഭാ അധ്യക്ഷ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചേംബർ സെക്രട്ടറി അറിയിച്ചു. ജില്ലാ പാരലൽ കോളേജ് കലോത്സവത്തിൽ സമ്മാനാർഹരായ പയ്യന്നൂർ വിദ്യാപീഠം കോളേജിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന പരിപാടി ഡോക്ടർ RC കരിപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. KU അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KC ബാലകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇനി അറിയിപ്പുകൾ. അടുത്തില പഴയങ്ങാടി ഫസലി ഒമർ പബ്ലിക് സ്കൂളിൽ കരനാവിക വ്യോമസേന ഓഫീസർമാരുമായി കുട്ടികളുടെ മുഖാമുഖം പരിപാടി ഫെബ്രുവരി 7-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഹാളിൽ നടത്തപ്പെടും. പയ്യന്നൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ 2ാം ഘട്ട സെമിനാർ ഫെബ്രുവരി 6-ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര നവീകരണ സമിതി ഫണ്ട് ഉദ്ഘാടനം ഫെബ്രുവരി 9 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. പെരുമ്പ ചിറ്റാരിക്കോവൽ ആനിച്ചേരി കോട്ടം ശ്രീ പെരുമ്പഴിയച്ചൻ ദേവക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 6, 7 തീയതികളിൽ നടത്തപ്പെടും. സി കൃഷ്ണൻ MLA സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള, കായികമേള എന്നിവയിൽ സമ്മാനാർഹരായ പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രതിഭകളെ ഫെബ്രുവരി 8 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പെരുമ്പ വിദ്യാമന്ദിർ കോളേജിൽ വെച്ച് അനുമോദിക്കുന്നു. ഇനി മാറ്റൊലിയുമായി അശ്വിൻ ശ്രീധരൻ ചേരുന്നു. കഴിഞ്ഞ കുറച്ച് മാസക്കാലമായി
മലയാളി അനുദിനം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സർക്കാരിൻ്റെ സമ്പൂർണ്ണ മദ്യനിരോധനം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സർക്കാർ പ്രസ്താവനകളും അതിനാനുപാതികമായി വരുന്ന കോടതി വിധികളും ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. അവസാനമായി കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി വിധി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ ബാറുകൾക്കും പ്രവർത്തിക്കാമെന്ന ഹൈക്കോടതി വിധിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. ഇപ്പോൾ എല്ലാ ബാറുകളും തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള കോടതി വിധി കൂടെ വന്നിരിക്കുകയാണ്. നമുക്കറിയാം UDFനെ സംബന്ധിച്ചിടത്തോളം മദ്യം ഒഴിവാക്കുക എന്നുള്ളതല്ല അവരുടെ നയം. മദ്യം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കീശയിലാക്കുക, മന്ത്രിമാരുടെ കീശയിലാക്കുക എന്നുള്ളതാണ് UDFൻ്റെ നയം എന്ന് നമുക്ക് വളരെ സുവ്യക്തമാണ്. കോടതിയിൽ പോയി ഈ മദ്യ ലോബികൾക്ക് ആവശ്യമായ രീതിയിൽ കോടതിയിൽ ഇടപെടാനും ആ ഇടപെട്ടുകൊണ്ട് പിന്നെ അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവർക്കല്ലെങ്കിൽ ബാർ തുറപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ. അപ്പോൾ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും തുറക്കണം നമ്മൾ പറയില്ല. പിന്നെ കുറേ പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഇതിൽ, അത് നഷ്ടപ്പെടും. അപ്പോൾ അനുസരിച്ചൊരു മദ്യം നിരോധനം കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റില്ല, ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റില്ല. അവരവർ വിചാരിച്ചിട്ട് വേണം മദ്യം സ്റ്റോപ്പ് ചെയ്യാൻ. ഇപ്പോൾ ആദ്യം പറഞ്ഞു അടച്ചിട്ട ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞു, രണ്ടാമത് തുറക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കോടതിയുടെ വിധി തന്നെ വന്നിരിക്കുകയാണ്, ഈ ഗവൺമെൻറ് അനുകൂലം വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബിജു രമേശ് എന്ന് പറയുന്ന മദ്യ മുതലാളി ഇന്നലെ പരസ്യമായി പറഞ്ഞു, മാണിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മാണിയുടെ മകൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇതുപോലൊരു ഗവൺമെൻറ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? ഏത് വിഷയത്തിലാണ് അഴിമതിയുടെ വിഷയം മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, സരിതാ വിഷയത്തിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഈ കേരളത്തിലെ മന്ത്രിസഭ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമായി മുന്നോട്ട് കൊണ്ടുപോവാണ്. എല്ലാ വിഷയത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഈ ബാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിമിഷം ഈ ഗവൺമെൻറ്റിന് തുടർന്ന് പോകാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഇത് ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ധാർമ്മികമായിട്ടുള്ള ഇതുമില്ല എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കോടതി പറയുന്നു മദ്യഷാപ്പുകൾ തുറക്കാമെന്ന്, ഗവൺമെൻറ് പറയുന്നു തുറക്കാൻ പാടില്ല എന്ന്. ഈ പറയുന്നത് രണ്ടും കൂടി തമ്മിൽ നോക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഗവൺമെൻറ് മാത്രമല്ല, പ്രതിപക്ഷം നോക്കുകയാണെങ്കിലും, പ്രതിപക്ഷം ഒന്നും ഇപ്പോൾ പറയുന്നില്ലെങ്കിലും പ്രതിപക്ഷത്തുള്ള ആളുകൾക്കും ഈ മദ്യം വേണം, ഭരണപക്ഷത്തുള്ളവർക്കും മദ്യം വേണം. ഇവരിത് കൊണ്ട് എന്താണ് എവിടെയാണ് ചെന്ന് നിൽക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കും. UDF സർക്കാരിൻ്റെ മദ്യനയം സംസ്ഥാനത്താകെ വിജയിച്ചു എന്ന് പറഞ്ഞ് പെരുമ്പറയടിച്ച VS സുധീരനെ പോലും ഇപ്പോൾ പത്തിമടക്കിയിരിക്കുകയാണ്. ഇനി പഴയ ബാറ് പുതിയ ബാറില്ലാത്ത സകല ബാറും തുറക്കാതില്ല ഒരു നിയമം അടുത്ത് വരാൻ പോകുന്നത്. അങ്ങനെ വെറും കപട നയമാണ്. പഴയ സ്ഥാനത്തേക്ക് തന്നെ മദ്യനയം പൂർണ്ണമായിട്ട് വരികയാണ്. പൂർണ്ണമായിട്ടൊരു മദ്യ നിരോധനം എവിടെയും സാധ്യമല്ല എന്ന് ചരിത്രവും നാടും ഇത് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജാടയും പൊള്ളത്തരവും പറഞ്ഞ് മധ്യവർത്തികളെയും മദ്യപാന്മാരെയും പറ്റിക്കണ്ട എന്നാണ്. ഒരു നയം കൊണ്ട്, ഒരു നിരോധനം കൊണ്ട് മാത്രം കേരളത്തിനകത്ത് മദ്യം നിർത്താൻ വേണ്ടി കഴിയില്ല എന്ന് എല്ലാ കേരളർക്കും അറിയാം. കേരളത്തിൽ ആവശ്യമെന്നുള്ളത് മദ്യത്തിനെതിരെയുള്ള വിപുലമായ ഒരു ക്യാമ്പയിൻ പരിപാടി, മദ്യവർജനത്തിന് വേണ്ടിയുള്ള വിപുലമായ ഒരു ക്യാമ്പയിൻ പരിപാടിയാണ് ഈ കേരള സർക്കാർ മുന്നോട്ട് വെക്കേണ്ടത്. അത്തരത്തിലുള്ള പരിപാടിക്ക് മുന്നോട്ട്, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനകത്ത് 5ഉം 6ഉം മക്കളുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്ന കേരളത്തിനകത്ത്. അത് 2ആയി ചുരുങ്ങിയത് വ്യാപകമായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഏത് സമുദായവും ആളുകളൊന്നും നോക്കാതെ നമുക്ക് 2 കുട്ടികൾ മതി എന്ന ചിന്തയിലേക്ക് ജനങ്ങൾ വന്നത് ഈ വ്യാപകമായ പ്രചരണത്തിൻ്റെ ഭാഗം. അങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് മദ്യപാനം വളരെ കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നായിട്ട് യാതൊരു തർക്കവുമില്ല. ഇപ്പോഴത്തെ മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോഴത്തെ കോടതി വിധി വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പൊതുവായിട്ട് പറഞ്ഞാൽ വെച്ചാൽ ഈ മദ്യം ഇവിടെ കേരളത്തിൽ മൊത്തം നിരോധിക്കാനൊന്നും കഴിയില്ല. ഇവിടെ അടുത്ത സംസ്ഥാനങ്ങളിലും കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലും മദ്യം ഇഷ്ടം പോലെ കിട്ടിയിരിക്കുന്നു. അപ്പം മാഹി പോലത്തെ ഇവിടെ ഒന്നും മദ്യം ഇവിടെ ഈ പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ഒഴുകിയെത്തുന്നു. ആ മദ്യം നിരോധിക്കാനൊന്നും കേരളത്തിൽ ആര് വിചാരിച്ചാലാവുന്ന കാര്യമല്ല. തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് കോടതി ഇന്നൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ ഉത്തമ ബോധ്യമുണ്ട് താൻ. കാരണം ഈ ബാറുകൾ പൂട്ടുന്ന സമയത്ത് തന്നെ
മദ്യ ലോബികളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമ വശങ്ങളും പഠിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചതും ഈ കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു വിധി വരുമെന്ന ആസൂത്രണം നേരത്തെ ഇതിൻ്റേതായുള്ള മാധ്യമങ്ങളും മാഫിയകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ മദ്യ മാഫിയയോടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആദ്യം പൂട്ടുകയും പിന്നെ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കെ കുഞ്ഞിരാമൻ MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് മാത്തിലിൽ തുടക്കമായി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള ഉദ്ഘാടനം ചെയ്തു. കൊട്ടത്തലച്ചി മലയിലും പരിസര പ്രദേശങ്ങളിലും പൈപ്പിംഗ് പ്രതിഭാസം രൂക്ഷമാകുന്നതായി ദേശീയ ദുരന്ത നിവാരണ സേന റിപ്പോർട്ട്. സേനാംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. തൃക്കരിപ്പൂർ ജനതയുടെ ചിരകാലാഭിലാഷമായ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി ആരംഭിച്ചത് നിരന്തര പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ. വണ്ണാത്തിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തിയിലെ അഴിമതി ആരോപണം. വിജിലൻസ് സംഘം സ്ഥലം സന്ദർശിച്ചു. പൈതൃക സംരക്ഷണ സമിതിയുടെ പരാതിയിന്മേലാണ് സന്ദർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.